ലബനനുമായി ചർച്ചകൾക്ക് തയ്യാറെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിനാവും മുൻഗണന നൽകുക. തൽക്കാലം വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നാണ് ഇസ്രായേൽ അറിയിപ്പ്. എന്നാൽ വെടിനിർത്തൽ ഇല്ലാതെ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ലബന്റെ നിലപാട്. ഹോർമിസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും സുഗമമായിട്ടില്ല. ഇറാൻ കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുന്നത് എത്രയും വേഗം നിർത്തണമെന്നും മുൻധാരണയനുസരിച്ചല്ല നിലവിലെ ഇടപെടലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതിനിടെ യുഎസും ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നാളെ ഇസ്ലാമാബാദിൽ ആരംഭിക്കുകയും ചെയ്യും. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുമോ എന്ന കാര്യം. വെടിനിർത്തൽ സീസ് ഫയർ എന്നത് കഴിഞ്ഞ ദിവസം തന്നെ ലംഘിക്കപ്പെടുന്നു. ഇതോടുകൂടി സമാധാനം ഇനിയും അകലെ എന്ന തോന്നലാണ് ഉണ്ടായത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് എത്ര കണ്ട് പ്രസക്തിയാണുള്ളത്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നിന്നുള്ള ചർച്ചകൾക്ക് ഈ ഒരു പശ്ചിമേഷ്യൻ തർക്കത്തിൽ എന്തു പ്രസക്തി എന്ന ചോദ്യം കൂടിയുണ്ട്. സജിത്ത്, ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി തുടരുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ലെബനിലേക്കുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെ ഇസ്രായേൽ നടത്തിയിരുന്നു. നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. തെക്കൻ ലെബനിലാണ് ഈ ആക്രമണങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലെബന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലും ആക്രമണങ്ങൾ അവർ കടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ലെബനന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈയൊരു ഇരുവരും തമ്മിൽ നടന്ന സംഭാഷണത്തിലൂടെയാണ് ഇത്തരമൊരു സമാധാന ചർച്ചകൾക്ക് ലെബനൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് ലെബനന്റെ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ നിലപാടെന്ന് പറയുന്നത് ലെബനൻ ഇപ്പോഴധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിനോട് ഇസ്രായേലിന് യാതൊരുവിധ എതിർപ്പുമില്ല. അവരുടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ശത്രുത എന്ന് പറയുന്നത് ഹിസ്ബുള്ള സേനയ്ക്കെതിരെ മാത്രമാണ്. ഹിസ്ബുള്ള സേനയെ ലെബനന്റെ സർക്കാർ തന്നെ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള സേനയെ നിരായുധീകരിക്കുന്നത് വരെ ശക്തമായിട്ടുള്ള ആക്രമണം തുടരും എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്തായാലും ലെബനന്റെ സർക്കാർ ഇത്തരത്തിലൊരു സൗഹൃദത്തിന്റെ കൈ നീട്ടിയത് കാരണം ഇസ്രായേൽ നിലവിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നൊരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം വെടിനിർത്തലിന് തങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തൽ ഇല്ലാതെ ചർച്ചകൾക്ക് തയ്യാറാകില്ല എന്ന് ഇപ്പോൾ ലെബനിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ട് CNN വേൾഡ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ലെബനനും അതുപോലെ തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ വലിയൊരു സഖ്യകക്ഷിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറാനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇതിൽ അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിലൂടെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക തയ്യാറായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ നിശ്ചയിച്ചിരുന്ന ഒരു സമാധാന ചർച്ചകൾ അത് പഴയതുപോലെ തന്നെ പുരോഗമിക്കും എന്നുള്ളൊരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് നാളെ ചർച്ചകൾ പുരോഗമിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ നയതന്ത്ര പ്രതിനിധികൾ ഇതിനോടകം തന്നെ ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ യാത്ര തിരിച്ചതായിട്ടാണ് നിലവിൽ നമുക്ക് വിവരം ലഭിക്കുന്നത്. ജാരഡ് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫുമാണ് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിലൊരു പ്രതിസന്ധിയായിട്ടുള്ളത് നിലവിൽ ലെബനന് നേരെ നടത്തുന്ന ഈ ആക്രമണങ്ങൾ മാത്രമാണ്. അതിനിടെ ഈ ഹോർമുസ് കടലെടുക്ക് വിഷയത്തിലുള്ള ഒരു അനിശ്ചിതത്വങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു ചർച്ചകൾക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെ ദിവസേന 15 കപ്പലുകളെ മാത്രമേ കടത്തിവിടൂ. അതുപോലെ തന്നെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കുന്ന ഒരു നിലപാടും ഇറാൻ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അമേരിക്ക കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഇക്കാര്യത്തിൽ 2 പോസ്റ്റുകളാണ് ട്രൂ സോഷ്യലിൽ പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഇത്തരത്തിൽ കപ്പലുകൾക്ക് ടോൾ പിരിക്കുന്നതായിട്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് എത്രയും വേഗം ഇറാൻ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ്. മാത്രമല്ല മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഇറാൻ ശരിയായ രീതിയിലല്ല കപ്പലുകളെ ഈ ഹോർമുസ് കടലെടുക്കൽ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. എന്തായാലും 2 വിഷയത്തിലുമുള്ള ട്രംപിന്റെ അതൃപ്തി പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യം ഉൾപ്പെടെ നാളെ ചർച്ചയിലൊരു പ്രധാന വിഷയമായി ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്.
യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം ഉണ്ടാകുമോ, അതാണ് നമ്മൾ നോക്കിക്കാണുന്ന കാര്യം. മറ്റൊരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.